ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുട്ടി ഔട്ടിംഗ് വ്ളോഗാണ്. പ്ലസ് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അതായത് ഈദ് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്, ബാങ്കിൽ പോകണം, അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ടൈം ഒരു മണിയോടെ അടുപ്പിച്ചാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗില്. അപ്പൊ കൂടെ കിടന്ന് പറയുന്നത് ഞാൻ വ്ളോഗ് എടുക്കണ സംസാരം വേറൊരു സംസാരം പോലെയാണ്. ഞാൻ വ്ളോഗ് എടുക്കുമ്പോ എനിക്കറിയില്ല, പരിഷ്കാരി സംസാരമാണ് അത്ര ഞാൻ വ്ളോഗ് എടുക്കുമ്പോ. അപ്പൊ എന്തോ മെസ്സേജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. സോ എന്റെ വീട് ഇഷ്ടപ്പെടുന്ന കുറച്ച് എനിക്ക് തന്നെ എന്റെ വീട് ഇഷ്ടമാകാൻ കണ്ടില്ല. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നമുക്ക് വീഡിയോ പോകുന്ന വഴി ഓരോ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോണത് ഫുഡ് കഴിക്കാനാണ്, ലഞ്ച് കഴിക്കാനാണ്. അത് നമ്മുടെ കൊച്ചിയിലെ തന്നെ ഒരു വൺ ഓഫ് ദ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിരിയാണി സ്പോട്ടിലേക്കാണ് പോണത്. അക്കു അവിടെ പോയി കഴിച്ചിട്ടില്ല. അപ്പോൾ മിക്കവാറും ഞങ്ങൾ കൂടുതൽ എറണാകുളം ആ ഒരു പ്ലേസൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് അക്കു എന്തായാലും കഴിച്ചിട്ടില്ല. അപ്പൊ അക്കുവിനെ അവിടെ കൊണ്ടുപോകാന്ന് ഞാൻ കുറച്ച് നാളെ മുന്നേ വിചാരിക്കുകയാണ് അക്കുവിനെ ഇവിടെ കൊണ്ടുപോകണമെന്നൊക്കെ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാൻ പറ്റും, പക്ഷെ അക്സിക്കുട്ടനെ അറിയില്ലല്ലേ. അങ്ങനെ ഞങ്ങൾ വേഗം കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത് തീർത്ത് വെച്ച് നേരെ പോയത് മട്ടാഞ്ചേരിയിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഫുഡ് സ്പോട്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോപ്പാണ്. നമ്മൾ എപ്പോൾ പോയാലും തിരക്കായിരിക്കും. കൊച്ചിയിൽ തന്നെ ടോപ്പ് 1-2 നിൽക്കുന്ന ഒരു ബിരിയാണി സ്പോട്ടാണ്. ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. ഭയങ്കര വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള കടയൊന്നുമല്ല, ഒരു ചെറിയ കടയാണ്. പക്ഷെ എപ്പോൾ പോയാലും തിരക്കായിരിക്കും. നമുക്കിങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇരിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒക്കെ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി ആയിരുന്നു. ഞാൻ ചിക്കനും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. എപ്പോഴത്തേയും പോലെ നല്ലതായിരുന്നു. കുറച്ചും കൂടെ നല്ലത് എനിക്ക് തോന്നുന്നു മസാല ബീഫിൻ്റെ ആയിരുന്നു നല്ലത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ഷോപ്പിൽ ഡിസ്പ്ലേക്ക് ഇട്ടേക്കുന്ന ഷർട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടായി. അപ്പോൾ അക്കൊക്കെ അവിടെ നിന്ന് ഷർട്ട് എടുത്തു. അതിന് സിമിലർ ആയിട്ടുള്ള കളറ് നോക്കി ഞാനും അങ്ങനെ പല കട കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേണ്ട അങ്ങനെ 2-3 ഷോപ്പ് കയറി ഇറങ്ങിയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കളറും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബൂട്ടിക്കിൽ കയറിയപ്പോൾ ഈ ആറാ ബൂട്ടിക്കിലെ കൊച്ചിയിലുള്ള അവിടെ നിന്ന് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വന്നത് മരടിലേക്കാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്പോട്ടിൽ വന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ബോബ ടീയിലേക്ക് വന്നിട്ടാണ്. ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ടാരോ ബബിൾ ഷേക്ക് ഒരു ഷേക്കാണ്. ഷേക്ക് ഐറ്റംസ് ആണ് ഇത്ര നല്ലത്. പിന്നെ അത് പറഞ്ഞേക്കണത് ഇത് ഗ്രീൻ ആപ്പിൾ ഐസ് ടീ ആണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് ബോബ ബബിൾ ടീ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഉണ്ടാക്കാം. കുടിക്കും. ഇത് ചൂയിങ് ബോബെ. അപ്പൊ ഇതാണ് ബോബ എന്ന സംഭവം. ഇത് ബാക്കിൽ പ്രിപ്പയർ ചെയ്യേണ്ട രീതിയുണ്ട്. നമുക്ക് ടീയിലൊക്കെ സാധാ ആൾക്കാർ ഇത് പാക്കറ്റായിട്ട് വന്ന് കൊണ്ടുപോകും. എന്നിട്ട് ചായയിലൊക്കെ ഇട്ട് ചെയ്യുന്ന പറയണേ.
എയർ ടൈറ്റ് ആയിട്ട് വന്ന കപ്പയുടെ ഒരു കപ്പയാണ് ബോബ മീൻസ് കപ്പയാണല്ലോ കപ്പയുടെ സാധനം കൊള്ളാലേ ഇത് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ 2 വെറൈറ്റി ട്രൈ ചെയ്തു. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു സാധനമായിരുന്നു. അപ്പം നിങ്ങൾ ബോബ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു മരടിലുള്ള ബോബ ബെയിൽ വന്ന നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സാധനം ഒരു പാവം ഒരു ചേട്ടനാണ് കേട്ടോ ആ കടയിൽ. ഞാൻ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ.